ഡോക്ടറേറ്റ് പാസ്സായ 15ഓളം പേർ എനിക്ക് തന്നെ അറിയാം. അൽ അസ്ഹറിലും മറ്റ് പല സ്ഥലത്തും അവരുടെ ചരിത്രം എഴുതി കൊടുത്തുകൊണ്ട് സമർപ്പിച്ചിട്ട് ഡോക്ടറേറ്റ് ബിരുദം കിട്ടിയവരുണ്ട്. അത്രയും വലിയ മഹാനായ പണ്ഡിതനായിരുന്നു. ആ പണ്ഡിതൻ്റെ നേതൃത്വത്തിലുള്ള അവസാനത്തെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു അസ്ഹരി മിയ എന്ന പേരിൽ അറിയപ്പെടുന്ന അഖ്തർ റസാ ഖാൻ അൽ അസ്ഹരി റഹിമഹുല്ല അവർ. അവരുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നേരെ അനുജനാണ് എനിക്ക് ഡൽഹിയിൽ വെച്ച് തലയിൽ കെട്ടുകെട്ടി തന്നുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചത്. അവിടെ കൂടിയ 500-ലധികം പണ്ഡിതന്മാർ, 10,000 ജനങ്ങൾ എല്ലാവരും തക്ബീർ ചൊല്ലിക്കൊണ്ട് സ്വീകരിച്ച് എന്നെ ഏൽപ്പിച്ചു. ഈ പദവി വേണ്ടതുപോലെ നടത്താൻ നിങ്ങളെല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ പറ്റില്ല, കിബിർ നടിക്കാൻ പറ്റില്ല. റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരു വഴി നമുക്ക് തന്നു എന്ന് മാത്രമാണ് ഇതിൽ ഉള്ളത്. ഇത് റബ്ബിൻ്റെ തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അത് ഒരാളെ മനസ്സിൽ നമുക്ക് ഇട്ടുകൊടുക്കാൻ കഴിയില്ല. അവരുടെ മനസ്സിൽ അള്ളാഹു തആല ഇട്ടുകൊടുക്കുകയും അള്ളാഹു തആല നമുക്ക് നൽകുകയും ചെയ്യും. ഡൽഹിയിൽ നടന്ന സമ്മേളനത്തിന് സ്വാഗത പ്രസംഗം നടത്തിയത് തന്നെ ഈ കഴിഞ്ഞ വഫാത്തായി പോയ അസ്ഹരി മിയയുടെ സെക്രട്ടറിയായി മരിക്കുന്ന ദിവസം വരെ പ്രവർത്തിച്ച ശിഹാബുദ്ദീൻ എന്ന ആളാണ് ഡൽഹിയിൽ സ്വാഗതം പറഞ്ഞത്. അവരാരും അറിയാതെ ഒന്നും ആയതല്ല. ഏതായാലും ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ പറഞ്ഞതുപോലെ ആരും അറിയാതെ പറഞ്ഞതോ ഉറക്കത്ത് പറഞ്ഞതോ ഒന്നുമല്ല. ഇങ്ങനെ അല്ലാഹു തആലാന്റെ ഖളാ കൊണ്ട് നടന്നതാണ്. ആ നടന്നത് അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ.